പൊന്നു മച്ചന്മാരെ ഒരു രക്ഷയില്ല. കാട്ടുപോത്ത് കൂട്ടത്തിൻ്റെ ഇടയിൽ പെട്ട് നമ്മൾ എങ്ങോട്ടും നീങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് കണ്ടോ, നമ്മളെ ചുറ്റി വളഞ്ഞ് കാട്ടുപോത്താണ്. ആയിരക്കണക്കിന് കാട്ടുപോത്താണ് നമ്മുടെ ചുറ്റിലുമായിട്ട്. നമ്മൾ അതിൻ്റെ അകത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു രക്ഷയില്ല ഇവിടുന്ന് പുറത്തിയാടാനായിട്ട്. Welcome to Custer State Park, where the deer and the buffalo roam. അപ്പോൾ നമ്മുടെ എല്ലാ ചങ്ക് സുഹൃത്തുക്കൾക്കും വലിയൊരു നമസ്കാരമുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് അമേരിക്കയിലെ സൗത്ത് ഡക്കോട്ട എന്ന് പറയുന്ന സംസ്ഥാനത്ത് കസ്റ്റർ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ളൊരു സ്റ്റേറ്റ് പാർക്കാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വന്യജീവികളുള്ള ഒരു സ്റ്റേറ്റ് പാർക്കാണ് ഈ കസ്റ്റർ സ്റ്റേറ്റ് പാർക്ക്. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഇവിടുത്തെ കാട്ട് പോത്ത്, അതായത് ബൈസൺ എന്ന് പറയും, നമ്മൾ ഈ പാർക്കിൽ ആദ്യം എടുക്കുന്നത് വൈൽഡ് ലൈഫ് ലൂപ്പ് എന്ന് പറയുന്ന ഒരു ഡ്രൈവ് ത്രൂ ഉണ്ട്. അപ്പോൾ ഒരുപാട് സീനിക് സ്പോട്ടിൽ നമുക്ക് വണ്ടി നിർത്തി വന്യമൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് കാട്ടുപോത്തിനെയൊക്കെ ഒത്തിരി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ലൂപ്പാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. അപ്പോൾ ഇനി ഒന്നും പറയുന്നില്ല, നേരെ നമ്മൾ റോഡിലേക്ക് ഇറങ്ങുകയാണ്. ഗംഭീരമായിട്ടുള്ള ഒരു സീനിക് സ്പോട്ടിൽ നമ്മളൊന്ന് വണ്ടി നിർത്തി. എനിക്ക് തോന്നുന്നത് ഈ ഒരു പാർക്കിൽ തന്നെ ഏറ്റവും ഒരു ബെസ്റ്റ് സ്പോട്ടാണിത്. കാരണം ഈ ഒരു പാർക്കിൻ്റെ ഒരു 360 വ്യൂ കിട്ടുന്ന ഒരു ബെറ്റർ സ്പോട്ടിലാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. ഈ ഒരു പാർക്ക് 71,000 ഏക്കറോളം സ്ഥലത്താണ് വ്യാപിച്ചു കിടക്കുന്നത്. 1912 ഈ കസ്റ്റർ സ്റ്റേറ്റ് പാർക്ക് ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ റോഡിൽ കൂടെ കുറച്ച് കാട്ടുകഴുതകൾ നടന്നു പോകുന്നുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഇവിടെ മറ്റൊരു വിസിറ്റേഴ്സ് സെൻ്റർ ഉണ്ട്, ബൈസൺ വിസിറ്റിംഗ് സെൻ്റർ എന്ന് പറഞ്ഞത്. അതിനകത്ത് ഒരു കാട്ടുപോത്തിൻ്റെ എന്താ പറയുക ഒരു തലഭാഗം ഉണ്ട്. അത് എല്ലാ വർഷവും ഈ ഒരു പാർക്കിൽ ബഫലോ റൗണ്ടപ്പ് എന്ന് പറഞ്ഞ ഒരു ഗംഭീര പരിപാടി നടക്കുന്നുണ്ട്. അതായത് ഈ പാർക്കിനകത്തുള്ള കാട്ടുപോത്തുകളെ മുഴുവൻ ആൾക്കാർ കുതിരപ്പുറത്തും അതുപോലെ വണ്ടിയിൽ ഡ്രൈവ് ചെയ്തും എല്ലാം കൂടെ അവർ ഈ കാട്ടുപോത്തിനെ മുഴുവൻ ആട്ടിപ്പായിച്ച് നേരെ ഈ കാണുന്ന ഈ വലിയൊരു ഗ്രൗണ്ടിൻ്റെ അവിടെ കൊണ്ടുവരും. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇത് കാണാനായിട്ട് ആ കുന്നിൻ്റെ മുകളിലും അതുപോലെ ഈ സൈഡിലൊക്കെ നിന്നിട്ടത് കാണുന്നത്. ഇവിടുത്തെ എന്താ പറയുക, വൺ ഓഫ് ദ ബിഗസ്റ്റ് ഫെസ്റ്റിവലാണ് ഈ ബഫലോ റൗണ്ടപ്പ് എന്ന് പറയുന്നത്. വേണ്ട 3 കാട്ടുകഴുതകൾ വിശ്രമിക്കണണ്ട. ഒരുപാട് അടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. നമ്മളൊരു ഗംഭീര സ്പോട്ടിൽ നിർത്തിയിട്ടുണ്ട്. ഇത് കാണേണ്ട കാഴ്ചയാണ്. ഇത് നമ്മൾ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ വന്നതിൽ ഒരർത്ഥം ഉണ്ടാവില്ല. കണ്ടു നോക്കി കാഴ്ച. ഈ ഒരു താഴ്വാരം മുഴുവൻ കാട്ടുപോത്തിൻ്റെ കളിയാണ്. ശരിക്കും കാട്ടുപോത്തുകളുടെ ആറാടുകയാണ്.
എൻ്റെ പൊന്നു മച്ചാന്മാരെ, കാട്ടുപോത്ത് ഇവിടെ ആറാടുകയാണ്. ഒരു 10,000 എണ്ണം ഉണ്ട്, ഒരു രക്ഷയില്ല. 1000 മുതൽ 1500 കിലോഗ്രാം തൂക്കമുള്ള സാധനങ്ങളാണ് നമ്മുടെ പുറകിൽ ഈ ആർമാദിച്ച് നടക്കണേ. വരിവരിയായിട്ട് ഇതേ അവിടുന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 1912 ഈ ഒരു സ്റ്റേറ്റ് പാർക്ക് തുടങ്ങുന്നത്. അങ്ങനെ 1940 40 കാട്ടുപോത്തുകളെയാണ് അവർ ഈ പാർക്കിൽ കൊണ്ടുവിട്ടത്. ഇന്ന് ഈ പാർക്കിൽ 14,000-ലധികം കാട്ടുപോത്തുകളാണ് എന്താ പറയുക ഇങ്ങനെ അർമാദിച്ച് കിടക്കണത്. ഇതേണ്ട വീട്ടുകൾ ഇവിടെ റോഡ് ക്രോസ് ചെയ്ത് ഒരു കുന്ന് സാധനം ദേ വീണ്ടും വരുന്നുണ്ട്. വഴിമാരടാ മുണ്ടക്കൽ ശേഖര കാഴ്ച ഒരു രക്ഷയില്ല. അതേ ഇവന്മാർ രണ്ടും നമ്മുടെ വഴി ബ്ലോക്ക് ചെയ്തിട്ടേക്കാണ്, നമ്മളെ കടത്തി വിടുന്നില്ല. പ്രയറി ഡോഗ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ചെവിറ്റുകളാണ് ഒച്ച വയ്ക്കുക. ഈ ഒരു പറമ്പ് മുഴുവൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇതേപോലത്തെ പൊത്തുകളിലാണ് ആശാന്മാരുടെ താമസം. പക്ഷെ നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവന്മാർ അവരുടെ മാളത്തിനകത്തേക്ക് ചാടി കയറുകയാണ് ഈ ഗടികൾ. പറയാൻ വാക്കുകളില്ല, എന്തുട്ട ഒരു ഭംഗി, കിടിലൻ സ്പോട്ട്. ഇത് വളരെ ചെറിയൊരു തടാകമാണ്, സിൽവിയൻ ലേക്ക് എന്ന് പറയുന്ന ഒരു തടാകമാണ്. നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ചുറ്റിനും നടക്കാനായിട്ടുള്ള ഹൈക്കിംഗ് ട്രയൽ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ടൈമില്ലാത്ത കാരണം നമ്മളിതിന് ചുറ്റും ഹൈക്ക് ചെയ്യുന്നില്ല. പക്ഷേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹൈക്കിംഗ് ട്രയലാണ്. ഒത്തിരി പേര് ഹൈക്ക് ചെയ്യുന്നുണ്ട്. ഇതുണ്ട് ആ ഒരു ഗ്രൂപ്പ്, അവർ ജസ്റ്റ് എന്താ പറയുക, അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ അതേ പിരിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കണുള്ളൂ. അടിപൊളി സെറ്റപ്പാണ്, ഒരു രക്ഷയില്ല. നമ്മൾ ഇപ്പം ഈ എൻ്റർ ആയിരിക്കുന്ന ഈ ഒരു റോഡ് നീഡിൽസ് ഹൈവേ എന്നാണ് അറിയപ്പെടുന്നത്. ഒത്തിരി സവിശേഷതകളുള്ളൊരു റോഡാണ്. അതെന്താണെന്ന് ഓൺ ദ വേയിൽ ഞാൻ നിങ്ങൾക്ക് വിഷ്വൽ കാണിച്ചു തരാം. ഇവിടെ നമ്മളൊരു മലയാടിനെ കണ്ട് അവിടെ എല്ലാവരും വണ്ടി നിർത്തി നോക്കണപ്പോൾ നമ്മൾ ഇറങ്ങിയതാണ്. ചൊള്ളൻ ഇവിടെ ഉണ്ട്, കാണിച്ചു തരാം. ടവർ കാരണമാണ് ഇതിന് നീഡിൽസ് ഹൈവേ എന്ന് പേര് വന്നത്. ഇതുണ്ട് ശരിക്കും സൂചിയുടെ നൂല് ഓർക്കുന്ന സംഭവം പോലെ ഇല്ലേ. കിടിലൻ മൗണ്ടൻ കോട്ട് മലയാളികളും ഉണ്ടാവും.
അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടില്ലേ ഈ ഒരു പാറയുടെ ടവർ കാരണമാണ് ഈ ഒരു ഹൈവേക്ക് നീഡിൽസ് ഹൈവേ എന്ന പേര് വരാൻ കാരണം. ഇനിയും നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് പാസ് ചെയ്തിട്ട് വളരെ ഇടുങ്ങിയ എന്താ പറയുക തുരങ്കം വഴി അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ഒരു രക്ഷയില്ലാതെ എന്താ പറയുക ഗംഭീരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. കണ്ടു നോക്ക്. From the massive buffalo to the tiny prairie dogs, we had such an amazing day here at Custer State Park. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്കിത് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ബട്ട് ആസ് യൂഷ്വൽ ദ വണ്ടർലെസ് കപ്പിളിൻ്റെ യാത്ര തുറന്നുകൊണ്ടിരിക്കും. ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള യാത്രാനുഭവങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം ദ വണ്ടർലെസ് കപ്പിൾ. See you next time.